ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു. നമ്മൾ സൃഷ്ടിഭേദങ്ങൾ എന്നു പേരായ 10ാം അധ്യായമാണ് നോക്കുന്നത്. ആ 10ാമത്തെ അധ്യായം വസന്തതിലകം വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത്. നമുക്ക് 9ാമത്തെ ദശകത്തിൽ അവസാനം മേൽപ്പത്തൂർ പറഞ്ഞത് അവിടുത്തെ കാരുണ്യത്താലും അതുപോലെ തന്നെ തപസ്സനുഷ്ഠിച്ച് അതും ശതം കൃതതപാസ്തത സഖലു ദിവ്യ സംവത്സര എന്നാണ് ആ 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. 100 ദിവ്യ സംവത്സരങ്ങൾ തപസ് ചെയ്ത് നേടിയ ആ മുൻപുണ്ടായിരുന്നതിനേക്കാളും അധികം തപശക്തിയാലും മനഃശക്തിയാലും അതുപോലെ ബുദ്ധിശക്തിയാലും ആ ബ്രഹ്മാവ് ആ നാഭികമല, അതായത് പൊക്കിളിൽ നിന്നുണ്ടായ ആ താമര കൊണ്ട് ആ ത്രൈലോക്യങ്ങളെ പ്രത്യേകം നിർമ്മിച്ച് വിഭജിച്ച് പ്രജകളെ സൃഷ്ടിക്കാൻ തുടങ്ങി. ആ പ്രജകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരീരത്തോടു കൂടിയ ജീവാത്മാക്കളാണ് കേട്ടോ. ത്രൈലോക്യം അധോലോകങ്ങളെ ഭൂലോകത്തിലും മഹർലോകം തുടങ്ങിയ ഊർധ്വലോകങ്ങളെ സ്വർലോകത്തിലും ഉൾപ്പെടുത്തിയിട്ട് അതായത് ആ ത്രൈലോക്യങ്ങളെ സൃഷ്ടിച്ചതായിട്ടാണ് പറഞ്ഞത്. ആ വിധം കാരുണ്യം നിറഞ്ഞ കടാക്ഷങ്ങളെ കൊണ്ട് ഈ ഉള്ളവനെയും കാത്തുരക്ഷിക്കണേ എന്ന് ശ്രീ മേൽപ്പത്തൂര് അപേക്ഷിച്ചുകൊണ്ട് 9ാം ദശകം അവസാനിപ്പിച്ചു. നമുക്ക് 10ാമത്തെ ദശകം 1ാമത്തെ ശ്ലോകം നോക്കാം. സൃഷ്ടിഭേദങ്ങൾ. വൈകുണ്ഠവർദ്ധിത ബലോധഭവത് പ്രസാദാത് അംഭോജയോ നിരസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി ഭൂരുഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യനിവഹാനപി ദേവഭേദാൻ. ഹേ വൈകുണ്ഠ, ഭവത് പ്രസാദാത് വർദ്ധിത ബലഃ അംഭോജയോനിഃ അധ ഭൂരുഹമയാണി സ്ഥാസ്നൂനി തഥാ തിരശ്ചാം ജാതിഃ മനുഷ്യനിവഹാൻ ദേവഭേദാൻ അപ്പി ജീവദേഹാൻ അസൃജത് കില. നമുക്കിനി അതിൻ്റെ സാരാംശം എന്താണെന്ന് നോക്കാം. ഈ ശ്ലോകത്തിൽ ഈ ശരീരം അങ്ങോട്ട് മാറ്റിവെച്ചാൽ ജീവരാശികളെല്ലാം ഒന്നാണെന്നും ഈശ്വരാംശമാണെന്നും അതായത് എല്ലാം ഈശ്വരമയമാണ് ഈ ജഗത്തെന്നും വിശദമാക്കുകയാണ് ശ്രീ മേൽപ്പത്തൂർ ചെയ്യുന്നത്. 10ാം ദശകത്തിലെ ഈ 1ാം ശ്ലോകത്തിൽ അങ്ങനെ വർദ്ധിച്ച വീര്യത്തോടുകൂടി, അതായത് തപസ് ചെയ്ത് വർദ്ധിച്ച തപോബലവും മനഃശക്തിയെല്ലാം ബ്രഹ്മാവിന് വർദ്ധിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ വർദ്ധിച്ച വീര്യത്തോടുകൂടി ആ ബ്രഹ്മാവ് വൈകുണ്ഠവർദ്ധിത ബലോധ ഭവത് പ്രസാദാത് അവിടുത്തെ പ്രസാദം കൊണ്ട്, അവിടുത്തെ അനുഗ്രഹം കൊണ്ട്, ഭഗവാനെ ഗുരുവായൂരപ്പ ആ വൈകുണ്ഠമൂർത്തിയായ അവിടുത്തെ ദയയാൽ വീര്യം വർദ്ധിച്ച ആ ബ്രഹ്മാവ് അംഭോജയോനിഹി, ആ ബ്രഹ്മാവ് അംഭോജയോനി, അതായത് ആ താമരപ്പൂവിനകത്തിരിക്കുന്ന ആ ബ്രഹ്മാവ് അധഭൂരുഹമയാണി, ഭൂമിയിൽ മുളച്ചുണ്ടാവുന്നവകളും അതായത് സ്ഥാസ്നൂനി തഥാ ഈ സ്ഥാവരങ്ങളും അതുപോലെ തന്നെ തിരശ്ചാം ജാതി തിര്യഗ്ജാതികളായ പക്ഷിമൃഗാദികളെയും മനുഷ്യനിവഹാൻ അഭിദേവഭേദാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യരെയും ദേവന്മാരെയും ഇങ്ങനെയുള്ള ഓരോ വർഗങ്ങളെയും ശരീരങ്ങളോടുകൂടിയ ആ ഓരോ ജീവികളെയും സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ജീവന് നാശമില്ല. ജീവൻ എപ്പോഴും ഇങ്ങനെ അനശ്വരമായിട്ടിരിക്കുകയാണ്. ദേഹം ഉപേക്ഷിച്ച് ദേഹി ഈശ്വരനിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. അതായത് ജീവൻ ഈശ്വര ചൈതന്യത്തിൻ്റെ അംശമാണ്, ഈശ്വര ചൈതന്യാംശമാണ്. അപ്പോൾ അങ്ങനെ നിത്യമായ ജീവന് ശരീരത്തെ സൃഷ്ടിക്കുക എന്ന കർമ്മമാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. ആ സൃഷ്ടിയെ 2ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, സ്ഥാവരം ജംഗമം. ഈ സ്ഥാവരം എന്ന് പറഞ്ഞാൽ ചലനമില്ലാത്തത്, ജംഗമം ഇങ്ങനെ ചലനമുള്ളത്, മനുഷ്യർ, പക്ഷികൾ, മൃഗങ്ങൾ, ജീവനുള്ള അതുപോലെ ചലിക്കുന്ന വസ്തുക്കളെയാണ് ജംഗമം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായിട്ടുള്ള എല്ലാ സൃഷ്ടികളെയും ആ ബ്രഹ്മാവ് ചെയ്തു. പക്ഷി മൃഗാദി തിര്യജാതികളെയും മനുഷ്യവർഗങ്ങളെ അതുപോലെ ദേവന്മാരെ എല്ലാം ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം നോക്കാം.
മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിർ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂനസ്ഥേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. സഹ മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിഃ ഇതി പഞ്ചവിധാം അജ്ഞാനവൃത്തിം സൃഷ്ടാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂനഃ വിശുദ്ധ്യൈ ത്വദീയചരണസ്മരണം തേനേ. ഇനി ആ ബ്രഹ്മാവ്, സഹ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവ്, മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിഃ, ഈ തെറ്റിദ്ധാരണ, പ്രപഞ്ചം യഥാർത്ഥമാണെന്നുള്ള ബോധം, വാസ്തവത്തിൽ യഥാർത്ഥമല്ല, അതാണ് അജ്ഞാനം. ആ തെറ്റിദ്ധാരണയ്ക്കാണ് ശരിക്കും അജ്ഞാനം, അഹംഭാവം, രാഗം, കോപം, ഭയം എന്നിങ്ങനെ 5 തമോ ഗുണങ്ങൾ അടങ്ങുന്നതാണ് ഈ അവിദ്യ എന്ന് പറയുന്നത്. അജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെയാണ്. ആ അജ്ഞാനം എന്നുദ്ദേശിക്കുന്ന ആത്മസ്വരൂപത്തെ തിരിച്ചറിയാതിരിക്കുക. പിന്നെ മിഥ്യാധാരണ എന്ന് പറയുന്ന ദേഹമാണ്, അതായത് നാം കാണുന്ന ഈ നശിച്ചു പോകുന്ന നമ്മുടെ ശരീരമാണ് നമ്മുടെ ആത്മാവെന്ന മിഥ്യാധാരണ. അതാണ് അഹംഭാവം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ച യഥാർത്ഥമാണെന്നുള്ള ധാരണയാണ് തെറ്റിദ്ധാരണ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അഹംഭാവം, സഹമിഥ്യാഗ്രഹാസ്മി മതിരാഗ വിവേക മിഥ്യാഗ്രഹാസ്മി മതിരാഗ വികോപഭീതിഃ, രാഗം, കോപം, ഭയം എന്നിങ്ങനെ 5 പ്രകാരത്തിലുള്ള അജ്ഞാന കാര്യങ്ങളെ സൃഷ്ടിച്ചിട്ട് ഇതി പഞ്ചവിധാം, ഇങ്ങനെ 5 വിധത്തിലുള്ള അജ്ഞാനവൃത്തിം ഇങ്ങനെ സൃഷ്ടിച്ചു. 5 വിധത്തിലുള്ള ഈ തമോ ഗുണപ്രധാനങ്ങളായ സൃഷ്ടികളെ ചെയ്തിട്ട് അജ്ഞാനം, അഹംഭാവം, രാഗം, കോപം, ഭയം എന്നിങ്ങനെ 5 തമോ ഗുണങ്ങളടങ്ങുന്ന ഈ അവിദ്യയെ സൃഷ്ടിച്ചിട്ട് ഉദ്ദാന താമസ പദാർത്ഥ വിധാനദൂനഃ, അത്യധികം തമോ ഗുണങ്ങളുള്ളതാണ് ഈ സൃഷ്ടികളിൽ. അത് അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് തോന്നി സൃഷ്ടിക്കേണ്ടായിരുന്നു. കാരണം ഈ തമോ ഗുണപ്രധാനമുള്ള ഇവയുടെ സൃഷ്ടിയിൽ പശ്ചാത്തപിച്ചു. വിശുദ്ധിയെ, എങ്ങനെയാണ് വിശുദ്ധനാവുക? പിന്നെ വിശുദ്ധിയെ എങ്ങനെ പ്രാപിക്കും? ത്വദീയ ചരണസ്മരണം തേനെ, അവിടുത്തെ പാദാരവിന്ദങ്ങളെ, ആ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു. അങ്ങനെയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ നമുക്ക് പശ്ചാത്താപം ഉണ്ടാവില്ല. സൃഷ്ടി കഴിഞ്ഞപ്പോഴാണ് സൃഷ്ടികർത്താവിന്, അതായത് ഈ ബ്രഹ്മാവിന് പശ്ചാത്താപം ഉണ്ടായത്. പിന്നെന്താ നിവൃത്തി? അതിൻ്റെ പരിഹാരമാണ് ഭഗവത് ധ്യാനം. നമ്മളെല്ലാം നിത്യേന നമ്മുടെ മുൻകോപം കൊണ്ട്, വിവരമില്ലായ്മ കൊണ്ട്, അതുപോലെ അക്ഷമ കൊണ്ട്, നമുക്ക് ക്ഷമയില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനായിട്ടോ എല്ലാം ഈ ലൗകിക ജീവിതത്തിൽ അരുതാത്തത് എന്തെങ്കിലുമൊക്കെ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും ഇല്ലേ? അതിനുശേഷം അയ്യോ കഷ്ടം, അങ്ങനെ ചെയ്തത് ശരിയായില്ല, ചെയ്യണ്ടായിരുന്നു, പറയണ്ടായിരുന്നു എന്ന് പശ്ചാത്തപിക്കും. ആ പശ്ചാത്താപമാണല്ലോ ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. പക്ഷേ ആ പ്രായശ്ചിത്തത്തിന് പുറമേ നാം എല്ലാവരും എന്ത് ചെയ്യണം? ഭഗവത് ഭജനം, അതായത് ഭഗവാനിൽ അഭയം തേടണം. ഭഗവാനോട് പറയണം, തെറ്റേറ്റു പറഞ്ഞ് ഇനി അത് ചെയ്യാതിരിക്കാനുള്ള ഒരു മനോവൃത്തി നമുക്കുണ്ടാകണം. അതിന് ഭഗവത് ഭജനം ഒന്ന് മാത്രമേ പറ്റൂ. ആ ഭഗവത് ഭജനം കൊണ്ട് മാത്രമേ ശാന്തി ഉണ്ടാകൂ എന്നാണ് ശ്രീ മേൽപ്പത്തൂർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അജ്ഞാനം, അതായത് അവിദ്യ, അഹംഭാവം, രാഗം, കോപം, ഭീതി ഇങ്ങനെയുള്ള ഈ തമോ ഗുണ സൃഷ്ടിയായ അവിദ്യ കാരണമാണ് നാം എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അല്ലേ? ഇപ്പോൾ ക്ഷമയോടുകൂടി ചിന്തിച്ച് പിന്തിരിയുക, അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് ഭഗവത് പാദങ്ങളിൽ അഭയം തേടാം. അങ്ങനെ ശ്രീ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുകയാണ് ഭഗവത് ഭക്തി, അതായത് ത്വത്പാദ ചരണം, അതായത് ത്വത്പാദ വിശുദ്ധി ത്വദീയ ചരണസ്മരണം തേനെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ത്വദീയ ചരണസ്മരണം വിശുദ്ധി, മനസ്സ് ശുദ്ധമാകണമെങ്കിൽ അവിടുത്തെ സ്മരണ ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് 2ാമത്തെ ശ്ലോകത്തിൽ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.